ചില പാരൻസ് കുട്ടികളായിട്ട് വരും. കുട്ടികളായിട്ട് എന്താ പറയുക, ഡോക്ടറെ മോൾ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അല്ലെ മോന് എത്ര കുളിപ്പിച്ച് കഴിഞ്ഞാലും ഈ കക്ഷത്തുള്ളതും കഴുത്തിൻ്റെ ബാക്കിലുള്ളതും കറുപ്പ് നിറം പോണില്ല എന്ന് പറയും. നന്നായിട്ട് ഫോഴ്സ്, കാരണം അവന് വൃത്തി പൊതുവെ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു വൃത്തി കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഡെയിലി ഇപ്പോൾ 1-2 മാസമായിട്ട് കുളിപ്പിക്കാണ് ഡോക്ടറെ. പക്ഷേ ഈ പറഞ്ഞ ഡാർക്ക്നെസ് പോണില്ല എന്ന്. അപ്പോൾ അവരോട് ഞാൻ പറയും, അവരും പറയും ഇത് യഥാർത്ഥത്തിൽ ഈ ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പ്രശ്നമാണ്, ബോഡിയുടെ പ്രശ്നമാണ്, അതല്ലാതെ കുളിക്കാത്തതിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വൃത്തിയുടെ ഹൈജീനിൻ്റെ കുറവുണ്ടോ അല്ല എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ ഡാർക്ക്നെസ്സിൻ്റെ കാരണങ്ങൾ നമുക്കിന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സയ്യിദ് മുഹ്സിൻ, ചീഫ് കൺസൾട്ടിംഗ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സ്കിന്നിൻ്റെ ഈ പറഞ്ഞ കക്ഷങ്ങളിലും കഴുത്തിൻ്റെ ബാക്കിലും ഇടുപ്പ് ഭാഗങ്ങളിലൊക്കെ കറുപ്പ് വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ട് കാരണം ബോഡിയുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഒരു ഡയബറ്റിക് വരുന്നതിന് മുമ്പ് ബോഡി ഒരു 5-10 വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരുന്ന ഒരു സൈനാണ്. ആ ഒരു സ്റ്റേജിൽ ഞാൻ ആ സമയത്ത് പേഷ്യൻ്റ് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഹെൽത്ത് കുറച്ച് ശരിക്കും അവർക്ക് മനസ്സിലായത്. കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി CBSE സ്കൂളിൽ പഠിക്കുകയാണ്. ശരിക്കും ഏത് സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ സ്കൂളിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കാരണം കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഈ പറഞ്ഞ വീട്ടിന് ഫ്രണ്ടിൽ നിന്ന് വണ്ടി കയറുകയും വൈകിട്ട് നേരെ തിരിച്ചു വരികയും ചെയ്യും. സ്കൂളിലാണെങ്കിലും ലിമിറ്റഡ് ടൈംസ് മാത്രമേ കളിക്കാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ട്യൂഷനോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള സ്കൂളിൽ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ സൈക്കിളിലാവാം, ചിലപ്പോൾ നടന്ന് റോഡ് വരെ നടത്താം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് കമ്പാരിറ്റീവ്ലി ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് അതുകൊണ്ടാണ് CBSE സ്കൂളുകളിൽ ഈ അടുത്ത കാലത്ത് ബോർഡ് എന്ത് ചെയ്യാണ്, ജങ്ക് ഫുഡുകൾ അവരെ ക്യാൻറ്റീനിൽ നിന്ന് നിരോധിക്കുകയാണ്. പിസയായിട്ട് ബർഗർ അറ്റാക്ക്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഈ പറഞ്ഞ 20 വയസ്സിൽ തന്നെ ഡയബറ്റിക്കിൻ്റെ സിംറ്റംസ് ചില കുട്ടികൾ കണ്ടിരുന്നു. പുതിയ റിസർച്ച് ഡാറ്റ വന്നിരുന്നു. ഇപ്പോൾ 20 വയസ്സിൽ ഡയബറ്റിക് വരണമെങ്കിൽ 10ാമത്തെ വയസ്സ് മുതൽ 10 വർഷം മുമ്പെങ്കിലും അതിൻ്റെ ആക്ടിവിറ്റീസ് ബോഡി തുടങ്ങിയിട്ടുണ്ടാവും. ഇത്തരത്തിൽ ബോഡി കാണിക്കുന്ന ഒരു വാർണിംഗ് സൈനാണ് നമ്മുടെ കക്ഷത്തിൻ്റെ ബാക്കിലുള്ള ബ്ലാക്കും അതുപോലെ കക്ഷത്തിലുള്ളതും കഴുത്തിൻ്റെ പിറകിലുള്ളതും ഇടുപ്പിലുള്ളതും. നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ കറുപ്പിൻ്റെ കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് ബോഡി ഇൻസുലിൻ, അതായത് ബോഡിയുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ അതിന് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് പറഞ്ഞത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മ. വൈകിട്ട് എഴുന്നേൽക്കുക, അല്ല രാത്രി ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ ബോഡിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ 12 മണിക്കാണ് ഉറങ്ങുകയും അതുപോലെ വൈകിട്ടാണ് എഴുന്നേൽക്കുന്നത്. ഈ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ രാത്രി കോർട്ടിസോൾ ഹോർമോൺ ഇൻക്രീസ് ചെയ്യും, സ്ട്രെസ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യും. ഈ സ്ട്രെസ് ഹോർമോൺ എന്ത് സംഭവിക്കും, ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും നോർമലി നമ്മുടെ ബോഡി നൈറ്റിൽ റിപ്പയറിങ് മൂഡിലേക്ക് പോകണം. അതിന് പകരം എന്ത് ചെയ്യും, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് എന്നുള്ള മൂഡിലേക്ക് പോകും. നമുക്കറിയാം ഫോണിൽ ഫ്ലൈറ്റ് മൂഡ് ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ബാക്കി എല്ലാ കണക്ഷൻസും ഡിസ്കണക്ട്. അപ്പോൾ ബോഡി ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസും ബ്ലോക്ക് ചെയ്യും. കാരണം എന്താണ്, ബോഡിയെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഉറങ്ങാതിരിക്കുമ്പോൾ ബോഡി വിചാരിക്കുകയാണ് എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെന്നാണ് ബോഡി മൈൻഡ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ രൂപത്തിലേക്ക് ബോഡി എല്ലാ ഫങ്ഷൻസുകളും സ്റ്റോപ്പ് ചെയ്യും. നോർമലി നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ബ്ലഡിൽ നിന്ന് നേരെ കൺവേർട്ട് ചെയ്ത് ഇൻസുലിൻ ഗ്ലൈക്കോജനായിട്ട് ഷുഗർ മാറ്റേണ്ടതുണ്ട്. പക്ഷെ അവിടെ എന്താ സംഭവിക്കുക, ഈ ബ്ലഡ് ഹൈ ലെവൽ ഷുഗർ ഇങ്ങനെ ബ്ലഡ് കിടക്കുകയാണ്. എന്താ ഇതിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ബോഡിയുടെ മസിൽസ് നിന്ന് പോലും പ്രോട്ടീൻ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് വീണ്ടും ശേഖരിച്ച് വെക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ തുടർച്ചയായിട്ട് ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സെല്ലുകൾക്ക് ഈ ഷുഗർ സ്വീകരിക്കാനും ഈ പറഞ്ഞ ഇൻസുലിൻ സ്വീകരിച്ച് ഇത് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവില്ലാതെ വരും. തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, സെല്ലിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരും. ഇതാണ് ഡയബറ്റിക്കിൻ്റെ അടിസ്ഥാന കാരണം. ഇതിൻ്റെ ഈ പറഞ്ഞ ചേഞ്ചസ് അവിടെ നടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബ്ലഡിൽ എപ്പോഴും ഹൈ ലെവൽ ഇൻസുലിൻ ആയിരിക്കും. ഹൈ ലെവൽ ഇൻസുലിൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഹൈ ലെവൽ വരെ ഇൻസുലിൻ വരുന്ന സമയത്ത് അത് ഈ പറഞ്ഞ ഓവറായിട്ടുള്ള ഭാഗങ്ങളിൽ എന്ത് ചെയ്യും, നെക്കിൻ്റെതും ഈ പറഞ്ഞ ഇടുപ്പുകളിൽ എന്ത് ചെയ്യും, ആ ഭാഗങ്ങളിൽ കൂടുതലായിട്ടുള്ള സെല്ലിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കും. സെല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കും, എന്ത് ചെയ്യും, സ്കിന്നിൻ്റെ ഗ്രോത്ത് വർദ്ധിക്കുകയും അവിടെ മെലാലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും. ഇതിൻ്റെ കാരണം എന്താണ്, ഹൈ ലെവൽ ഇൻസുലിനാണ്. അപ്പോൾ ഈ മെലാലിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കുന്നത് മെലനസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ സംഭവിക്കുകയും പിന്നീട് അവിടെ മെലാലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. മെലാലിൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ആ സ്കിന്നിന് നോർമൽ നമുക്ക് ബ്ലാക്ക് കളർ നൽകുന്ന വർണ്ണ വസ്തുവാണ് സ്കിന്നിന് നോർമൽ കളർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും,
അപ്പോൾ അവിടെ ആ ഒരു ലെയർ എക്സ്ട്രാ വരികയും നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു വെൽവെറ്റ് ടൈപ്പ് ആയിരിക്കും, തിളക്കം ഉണ്ടാവും അതിന്, നോർമൽ സ്കിന്നിനേക്കാളും കൂടുതൽ തിളക്കം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഒരു എക്സ്ട്രാ ലെയർ അവിടെ ഫോം ചെയ്യും, മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും. ഇതാണ് ബ്ലാക്ക് കളർ വരാനുള്ള അടിസ്ഥാന കാരണം. നേരത്തെ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഉറക്കം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വരുന്നത് എക്സസ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള വൈറ്റ് റൈസ്. ഉദാഹരണം നമുക്ക് എന്താണ്, നമ്മുടെ ഇപ്പം പുതിയ പുതിയ റിസർച്ച് അനുസരിച്ച് കേരളത്തിൽ പഞ്ചസാരയുടെയും അതുപോലെ അരിയുടെയും ഉപയോഗം കുറഞ്ഞു വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്, ഈ സിവിയർ നമുക്ക് ഈ കിട്ടുന്ന ഒരുപാട് അവയർനെസിന്റെ ഫലമാണ്. ബാക്കിയുള്ള ഇതുവരെ നമുക്ക് എന്താണ് ഈ പറഞ്ഞ വൈറ്റ് റൈസ് ഭയങ്കര പ്രശ്നക്കാരാണ്. നമുക്ക് മനസ്സിലായതെപ്പാണ്, എല്ലാവരും ചോദിക്കും ഡോക്ടർ അപ്പോൾ തവിടുള്ള അരിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. തവിടുള്ള അരിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതെന്താ ഡോക്ടർ അതിന്റെ കാരണം? അത് രണ്ടാണ്. കാരണം എന്താണ്, തവിടുള്ള അരിയുടെ ഔട്ടർ തവിട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് വളരെ സ്ലോ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ പുതിയ വൈറ്റ് റൈസ്, പോളിഷ് റൈസ് സഡൻ റൈസ് ആണ് ഷുഗർ. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ കോംപ്ലിക്കേഷൻ നമുക്കിപ്പോൾ കഴിക്കുന്നതിന്റെ പത്തിരി ആയി കഴിഞ്ഞാലും ഈ വെള്ളാപ്പായി കഴിഞ്ഞാലും പുട്ടായാലും ഗോതമ്പ് എല്ലാ സാധനങ്ങളും പത്തിരി ഏത് ഫോമിലായി കഴിഞ്ഞാലും ഇതിന്റെ അടിസ്ഥാനം എന്താണ്, വൈറ്റ് റൈസ് ആണ്. അത് കട്ട് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ബേക്കറി ഐറ്റംസ്, ഈ 2-3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും ഈ പറഞ്ഞ ബ്ലാക്ക് കളറും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ ടെമ്പററി റിലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയണ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ റൂട്ട് ഓഫ് കോസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞത് വാർണിംഗ് സൈൻ ആണ്, കേവലം ഭംഗിയുടെ പ്രശ്നം മാത്രമല്ല. നമ്മൾ ഡയബറ്റിക് എന്ന് നമ്മൾ കുട്ടികളായാലും നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഇത് കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അതിനെന്തൊക്കെ ചെയ്യേണ്ടത്, കൃത്യമായിട്ടുള്ള ഉറക്കം, അതാണ് അടിസ്ഥാന കാര്യം. രണ്ടാമത് ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ പോളിഷ് ഡയറ്റ് സ്കിപ്പ് ചെയ്യാൻ തുടങ്ങുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിർബന്ധമായിട്ട് ചെയ്യുക. ഒരു 1 hour കുട്ടികളെ കൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങളെ കുട്ടികളിൽ വരുത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ടെമ്പററി റിലീഫിന് പകരം നമുക്ക് പെർമനന്റ് ആയിട്ട് ഇനിയിപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ട്രൈഗ്ലിസറൈഡ് അല്ലെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ നമ്മുടെ ഡയറ്റിലൂടെയും ബാക്കിയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ തന്നെ നമുക്ക് ഈ പ്രശ്നം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ക്രോണിക് ആണെങ്കിൽ, കുറച്ച് പഴകിയതാണെങ്കിൽ ചിലപ്പോൾ മെഡിസിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യേണ്ടി വരും. അതിനുശേഷം ഡയറ്റ് നോക്കിയും ഈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം. നന്ദി.